ബംഗാളില് രണ്ടാം ഘട്ട പോളിംഗ് 29-ാം തീയതി നടക്കുകയാണ്. ഉവ്വ്. ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ BJP വലിയ ആവേശത്തിലാണ്. പക്ഷേ ഒരു ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം ഇത്രയൊക്കെ ആവേശം കാണിക്കേണ്ട കാര്യം BJPക്ക് ഉണ്ടോ? സത്യത്തിലുണ്ട്. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ വലിയ പോളിംഗ് ഒന്നല്ലോ, രണ്ട് കാരണമുള്ളത്. ഒന്ന്, SIRൽ സ്വാഭാവികമായിട്ട് കുറേ ടോട്ടൽ വോട്ടിൽ നിന്ന് കുറേ വോട്ടുകൾ കട്ടായി. അതൊന്ന്. അതിപ്പം ഈ വർദ്ധിച്ച്, അതായത് 93%-ത്തിനടുത്തേക്ക് 92%-ത്തേക്ക് അടുത്തേക്ക് ടോട്ടൽ പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒന്നാം ഘട്ടത്തിന് 152 മണ്ഡലങ്ങളാണല്ലോ ഇപ്പോൾ പോളിംഗ് നടന്നത്. അതിനിടയ്ക്ക് ഇത്രയും % കൂടിയിരിക്കുന്നു. ഇതിൽ ഒരു നിശ്ചിത ശതമാനത്തോളം കൂടാൻ കാരണം SIRൽ വോട്ട് കുറഞ്ഞു പോയതാണ്. പക്ഷേ ബാക്കി അതല്ല. ബാക്കിയുള്ളത് വോട്ടിങ് ജനങ്ങൾ മുമ്പ് വോട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാർ ഇറങ്ങി വോട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് മമതാ ബാനർജി എന്ന് പറയുന്ന ആൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ടീമല്ല. സത്യം പറയാം, അവർ ഇലക്ഷൻസ് ജയിച്ചത് എങ്ങനെയാണ്? അവർ അടി വെച്ചത് CPMനോടാണ്. കേരളത്തിലെ CPM ബംഗാൾ CPMന് വലിയ ഒന്നും അല്ല എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിൽ ഇവിടെ കയറി ഇറങ്ങിയിരിക്കുമായിരുന്നു. ഒരു തവണ UDF, പിന്നെ LDF, പിന്നെ UDF, LDF, ഇങ്ങനെ മാറി മാറി പോകുന്നൊരു പ്രക്രിയ, സ്വിച്ചിങ് ഓവറാണ് കേരളത്തിലുണ്ടായിരുന്നത്. പിന്നെ ഇവർക്ക് ചില അവരുടെ സ്ഥിരം മണ്ഡലങ്ങൾ, കുറേ ഏരിയാസൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ആന്തൂർ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എതിരില്ലാണ്ട് CPM അങ്ങ് ജയിക്കും. എതിരെ ആൾ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അത് കേരളം മുഴുവൻ എത്തിക്കാമെന്ന് അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. കേരളത്തിൽ തുടർഭരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ വന്നതിന് ശേഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ബംഗാളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 34 കൊല്ലം തുടർഭരണമായിരുന്നു. CPM ഇറങ്ങില്ലായിരുന്നു. ഇത് CPMനെ സ്നേഹിച്ച് ഹൃദയത്തിൽ ചേർത്ത് ആൾക്കാർ എടുത്തു വെച്ചുകൊണ്ടൊന്നുമല്ല. എതിരാളികളെ വോട്ട് ചെയ്യാൻ വിടാണ്ടും സ്വന്തം വോട്ടുകൾ സെക്യൂറാക്കിയും ഇലക്ഷൻ എടുക്കാവുന്ന എല്ലാ മാൽ പ്രാക്ടീസും അത് ചെയ്തുകൊണ്ടും പെർഫോം ചെയ്തുകൊണ്ടും മാത്രം അവർ കൈവരിച്ചതാണ് ആ നേട്ടം. ഈ വിഭാഗമായിട്ടാണ് മമതാ ബാനർജി അടിവെച്ചത്. അപ്പം മമത അവരെക്കാളും വലിയ ഗുണ്ടായിട്ട് മാറി. ഇതാണ് സംഭവിച്ചത്. മമത കളിച്ച കളികൾ ചെറുതല്ല. CPMനെ പ്രതിരോധിക്കണമെങ്കിൽ CPMനൊക്കെ മോശമാണ്. മമത അങ്ങനെയായി. അതാണ് വാസ്തവം. അതുകൊണ്ട് എന്തു ചെയ്യും? മമതാ ബാനർജി വന്നപ്പം CPMകാരുടെ കാലത്തുണ്ടായിരുന്ന കൂടുതൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട മറ്റു കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയത്. അവർക്ക് ഓരോ വാർഡിലും ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നറിയാം. ചിലയിടത്ത് ശരിയാണ്, ഒരു നിശ്ചയ ശതമാനം വോട്ട് എതിരായിട്ട് വീഴും, തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ അനേകം മേഖലകളിൽ എല്ലായിടത്തും തന്നെ ആൾക്കാരെ എങ്ങനെ വോട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറക്കാതിരിക്കാൻ പറ്റുമോ അത് ചെയ്യിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാണ്ട് വന്നു. ആരെ കൊണ്ടാണ് വോട്ട് ചെയ്യിക്കാത്തത്? അവരുടെ എതിരാളികളെ കൊണ്ടാണ്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, ഒരു വാർഡ് എടുത്താൽ ആരാണ് ഒരു പാർട്ടിയുടെ അനുകൂലിക്കുന്ന ആൾ, എതിർക്കുന്ന ആൾ? രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് CPMകാർക്കും കോൺഗ്രസ്സുകാർക്കും വളരെ നന്നായിട്ടറിയാം. ഒരു വാർഡിൽ ഒരു 1500 1200 വോട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര വോട്ടുകളാണ് UDFൻ്റെ ഉറച്ച വോട്ട്, എത്ര വോട്ടാണ് LDFൻ്റെ ഉറച്ച വോട്ട്, എത്ര വോട്ടാണ് BJPയുടെ ഉറച്ച വോട്ട്, ഇവരുള്ളവരുടെ മതം ഏതൊക്കെ, ഹിന്ദു എത്ര, ക്രിസ്ത്യൻ എത്ര, മുസ്ലിം എത്ര, അതിൽ തന്നെ ജാതി ഏത്, ഉപജാതി ഏത്, ഇവരിൽ ഓരോരുത്തരും ആർക്ക് വോട്ട് ചെയ്യും, ഇത് കൃത്യമായിട്ടുള്ള കണക്ക് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് അവർ ഓരോ വാർഡിലും തന്ത്രങ്ങൾ നിശ്ചയിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഓരോ വാർഡിൽ പോലും ജാതി മതവും നോക്കി അവിടെ ആൾക്കാരെ നിർത്തണം. കാരണം ഇവിടെ ഓരോന്നിൻ്റെ സ്വഭാവം, ഒരു വാർഡിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ബംഗാളിലും. മമതയുടെ ആൾക്കാർക്കും അറിയാം. അവരങ്ങനെ കർശനമായിട്ട് പിടിച്ച് ജനങ്ങളെ പോളിംഗ് കൺട്രോൾ ചെയ്തപ്പം വാസ്തവത്തിൽ പെട്ടുപോയത് CPMാണ്. CPM ഇല്ലാണ്ടായിപ്പോയി, കോൺഗ്രസ് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അവരുടെ പ്രധാന എതിരാളികൾ ഇതായിരുന്നു. എന്നിട്ട് മമതയുടെ ദുർഭരണം, അഴിമതി ഭരണം. കോൺഗ്രസ് പണ്ടേ ഫെയിൽഡാണ്, CPM ഫെയിൽഡാണ്. ജനങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനോടും താല്പര്യമില്ല. ഇത് രണ്ടിനെ ഉപേക്ഷിക്കാമെന്ന് വെച്ചുകൊണ്ടാണ് മമത വളർന്നു വന്നത്. മമത അതിനേക്കാൾ മോശമായി. അപ്പോൾ ജനങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ വേണമായിരുന്നു. അതാണ് BJP. ബംഗാളിൽ BJPയുടെ വളരെ ഫാസ്റ്റായിരുന്നു. മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് വന്നില്ലേ? കേരളത്തിൽ വരാൻ പറ്റിയിട്ടില്ലല്ലോ. എത്ര MPമാരെ കിട്ടിയിട്ടുണ്ട്, എത്ര MLAമാരെ കിട്ടിയിട്ടുണ്ട്. മമതാ ദുർഭരണത്തിൻ്റെ ഒരു പ്രത്യാഘാതവും കൂടിയാണിത്. കേന്ദ്രത്തിൽ BJP ഇരുന്ന് ഭരിക്കുന്നു. കേന്ദ്രത്തിലെ BJP, നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന BJPയോട് നോർമലി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് ആഭിമുഖ്യമുണ്ട്, ബംഗാളിലുമുണ്ട്. അത് വോട്ടായിട്ട് മാറാൻ മമത സമ്മതിക്കില്ലായിരുന്നു. അതായത് സ്വതന്ത്രമായിട്ടും നിർഭയമായിട്ടും അവിടെ ഇലക്ഷൻ നടത്തിയാൽ മമത തോറ്റു, BJP അധികാരത്തിൽ വരും. ഇത് കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ BJP അധികാരത്തിൽ വരേണ്ടതാണ്. പക്ഷേ മമതാ ബാനർജി ആൾക്കാരെ ബ്ലോക്ക് ചെയ്തു. എങ്ങനെ ബ്ലോക്ക് ചെയ്തു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
കേരളത്തിലൊക്കെ സത്യം പറഞ്ഞാൽ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഇത്തിരി നിസ്സാരമാണ്. എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ചില പാർട്ടി മേഖലകളുണ്ട്, അവിടെ പിന്നെ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അവരുടെ ശക്തമായ ചില സ്വാധീന മേഖലകളും പാർട്ടി മേഖലകൾക്ക് അടുത്ത് കിടപ്പുണ്ട്. അവിടേക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലയിടത്ത് അക്രമങ്ങളുണ്ടാകുന്നു, ബഹളങ്ങളുണ്ടാകുന്നു എന്നൊക്കെ ചില ഇടവഴികളിൽ ആൾക്കാർ കൂടി നിൽക്കുന്നു. ഒരു പക്ഷേ CPM-കാർ തന്നെയായിരിക്കും, അവർ തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴും വീടുകളിൽ നിന്ന് സ്ത്രീകൾ ഇറങ്ങി വോട്ട് ചെയ്യാൻ പോകില്ല. കാരണം അവർ പോണ വഴിക്ക് അക്രമം നടക്കുകയാണ്, ബഹളം നടക്കുന്നു, തെറിവിളി ഉണ്ടാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യില്ല. ഇത് സിമ്പിൾ തന്ത്രമാണ്. ഇതൊക്കെ വടക്കൻ മേഖലകളിൽ ഇവിടെ പോലും പയറ്റുന്ന സിമ്പിൾ തന്ത്രങ്ങളാണ്. മധ്യ കേരളം തെക്കൻ കേരളമൊന്നും അങ്ങനെയല്ല. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി വോട്ട് ചെയ്യും, ഇല്ല കഴിഞ്ഞു. വടക്കൻ മേഖല അങ്ങനെയൊന്നുമല്ല. വടക്കൻ മേഖലയിൽ ആരൊക്കെ വന്ന് വോട്ട് ചെയ്യണം എന്ന് പാർട്ടി നിശ്ചയിക്കും. വോട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്, പാർട്ടിക്കാരായിട്ടുള്ളവർ. അത് മുന്നേ കൂട്ടി അറിയിച്ചാൽ പാർട്ടി ആ വോട്ട് അവിടെ വീഴാൻ സംവിധാനം ഒരുക്കിക്കോളും. അതായത് SIR ഒന്നും വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മുടെ കണ്ണൂർ മേഖലയിൽ മരിച്ചവരൊക്കെ സത്യം പറഞ്ഞാൽ മരിച്ചവർ 2 സീസണിലാണ് തിരിച്ചു വരണത് കേരളത്തിൽ. ഒന്ന് കർക്കിടവാവിന്, മറ്റേ ഇലക്ഷന്. വാസ്തവം ഇതിൽ ഒഫീഷ്യൽ റെക്കോർഡ് ഇലക്ഷനാണ്. അത് ഗവൺമെൻറ് റെക്കോർഡുണ്ടല്ലോ, മരിച്ചു എന്ന് വീട്ടുകാർക്കറിയാം. പക്ഷേ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് അവിടുത്തെ ലിസ്റ്റ് എടുത്ത് നോക്ക്, ആളോ നോട്ട് ചെയ്തിട്ടുണ്ട്. കർക്കിടവാവിന് ഒഫീഷ്യൽ ലിസ്റ്റ് ഇല്ല. കർക്കിടവാവിൻ്റെ അവിടെ പോളിംഗ് ഓഫീസറോ BLO വന്നിട്ട് രേഖപ്പെടുത്തുന്നില്ലല്ലോ. ഇതങ്ങനെയല്ല, ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇലക്ട്രൽ ഓഫീസർ രേഖപ്പെടുത്തിയേക്കാണ്, അവിടുന്ന് വന്നു, വിസ കിട്ടി, ആളെത്തിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേരളത്തിലെ സത്യം പറഞ്ഞാൽ മാൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ബംഗാൾ അങ്ങനെയൊന്നുമല്ല. ബംഗാൾ അതിഭീകരമാണ്. അവരുടെ കള്ള വോട്ടുകൾ കൊണ്ട് നിറച്ചേക്കാണ്. കണ്ട ബംഗ്ലാദേശികൾക്ക് മുഴുവൻ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം കൊടുത്തേക്കാണ്. അവരെ കൊണ്ട് വോട്ട് ചെയ്യുകയാണ്. അവർക്കും അറിയാം അവർക്കൊരു സ്വർഗ്ഗഭൂമിയാണ് ഇവർ ഭരിച്ചാൽ. കൃത്യമായിട്ട് മമതയ്ക്ക് അവിടെ വോട്ട് കിട്ടും. അവരുടെ അണികളെ ഉണ്ടാക്കിയിട്ടിരിക്കുക, വിദേശികളെയും ചാരന്മാരെ എല്ലാവരും ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളി അറിയാമല്ലോ, ഇന്ന വീട്ടുകാരൻ ഇല്ല ഇന്ന വ്യക്തി വോട്ട് ചെയ്യാൻ. അവൻ്റെ വീടിൻ്റെ മുന്നിൽ രാവിലെ തന്നെ ഒരാളെത്തും. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു കാവലിരിപ്പാണ്. എന്നിട്ട് പറയും, ഇലക്ഷനൊക്കെ പോയി വോട്ട് ചെയ്യണമൊക്കെ കൊള്ളാം, പക്ഷേ തിരിച്ചു വന്നാൽ ചിലപ്പോൾ കയ്യോ കാലോ ഒരെണ്ണം ഉണ്ടാവില്ല. ഇതാണ് ഭീഷണിയാണ്, ഡയറക്റ്റ് ഭീഷണി. കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് ടേൺ ഇട്ടിരിക്കുന്നുള്ളതാണ്. രാവിലെ ഒരു പുരുഷനായിരിക്കും, ഇവനും പോയി വോട്ട് ചെയ്യണ്ടേ. അവൻ പോകുമ്പോൾ അവിടെ ചിലപ്പം പകരം ഒരാൾ വന്നിരിക്കും. ആണുങ്ങളായിരിക്കാം, പെണ്ണുങ്ങളായിരിക്കാം, പെൺഗുണ്ടകളുമുണ്ട്. മമതാ ബാനർജിക്ക് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. രണ്ടായാലും ഒരേ ഭാഷയാണ്. സൂക്ഷിച്ചു, വെട്ടും, ഇല്ല കൊല്ലും, അല്ല അംഗഭംഗം വരുത്തും. ഇങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന രീതിയാണ്. അവിടെ പലരും ജീവന് കൊതുകളിലപ്പോൾ വോട്ട് ചെയ്യാൻ പോയി എന്ന് വരില്ല. ചിലപ്പം ഇനിയിപ്പോൾ ഇത്തിരി ചങ്കൂറ്റത്തിലുള്ള ആൾ ഇറങ്ങാമെന്ന് വെച്ചാലും വീട്ടുകാർ പറയും, അച്ഛൻ മോനോട് പറയും, വേണ്ടടാ ഇവിടെ ഇരിക്കും, എന്തിനാണ് കുഴപ്പമുണ്ടാക്കണേ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു തരും, പോയിട്ട് ജീവൻ കളയല്ലേ. എത്ര പേര് വോട്ട് ചെയ്യാണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് അവിടെ പോളിങ് മമത കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. മമതയ്ക്ക് ആരെയായിരുന്നു പ്രധാനമായിട്ട് അടിച്ചമർത്തേണ്ടിയിരുന്നത്? അത് CPM-നെ ആയിരുന്നു. അത് കാരണം CPM-ന് നട്ടലൊടിഞ്ഞു പോയി അവിടെ. കോൺഗ്രസ് പണ്ടേ ഇല്ലാണ്ടായി. ഇപ്പോൾ എല്ലാം അനിസ്പ്രേ ആയിട്ട് മാറി ഈ 2 പാർട്ടികളും. തരി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിലായി. അവസാനം അവരുടെ അണികൾ തന്നെ BJP ചേർന്നു. അവിടുത്തെ പഴയ കോൺഗ്രസ്സുകാരും അവിടുത്തെ CPM-കാരും തന്നെ മുഴുവൻ പോയി BJP-യിലായി. കാരണം ഇതൊരു ദുർഭരണമാണ്, അഴിമതി ഭരണം, അക്രമമാണ്, എല്ലാമാണ്. ജീവിക്കാൻ പറ്റാണ്ടായി. ഒരു വികസനമില്ല, വികസനം വരാൻ സമ്മതിക്കില്ല. അവസാനം എന്തായി? ഞങ്ങൾ പെരുമ്പാവൂരുകാർ കഞ്ഞി പിടിച്ചോളാം, അപ്പോൾ ഇവന്മാർ കാരണമായി. ബംഗാളികൾ പോയാൽ അവിടെ ഒരു ഹോട്ടലിൽ പോയി ചായ കുടിക്കാൻ പറ്റത്തില്ല, ഹോട്ടൽ അടഞ്ഞു കിടക്കുക. ഇറാൻ യുദ്ധം കാരണം ഗ്യാസ് കിട്ടാത്തൊരു ചെറിയ വിഷയമാണ്. പക്ഷേ ബംഗാളി വോട്ട് ചെയ്യാൻ പോയതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പെരുമ്പാവൂർ അനേകം കടകൾ അടഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് വേണം തുറക്കാൻ. പ്ലൈവുഡ് ഫാക്ടറി അടഞ്ഞു കിടക്കണം. ഇവൻ വരണ്ടേ, ബംഗാളി വരണ്ടേ, നല്ല കാര്യമുള്ളൂ. ബംഗാളിയും ബംഗ്ലാദേശിയും പോയിരിക്കുക എങ്ങോട്ട്? ബംഗാളിൽ വോട്ട് ചെയ്യാനായിട്ട്. പെരുമ്പാവൂർ എല്ലാം ഉണ്ടല്ലോ, ഇല്ലാത്ത ആൾക്കാരില്ല, എല്ലാം കൊടുക്കെടുത്തുകൊണ്ട് പോയിരിക്കുക. ഇനി ഇവന്മാർ തിരിച്ചു വന്നിട്ട് വേണം പോളിംഗ് നടക്കാൻ. ഈ കള്ള വോട്ടുകൾ ഇതെല്ലാം കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ കുറേ നടപടിയെടുത്തു. ഒന്ന്, SIR-ൽ അതിശക്തമായ നടപടി. 90 ലക്ഷത്തിന് മുകളിൽ വോട്ട് കട്ടായി. എത്രയിൽ നിന്ന്? ആകെ ഉള്ളത് 7.7 കോടി വോട്ടർമാരാണുള്ളത്. അതിൽ നിന്ന് 1 കോടിക്കടുത്ത് ആൾക്കാർ പോയാൽ ഒന്ന് ആലോചിച്ച് പോകും. 7/1 വോട്ടേഴ്സാണല്ലേ ഇല്ലാണ്ടാവണം. ഇല്ല 7/1 എടുത്ത് അല്ലേ, 8/1 പറയാം. അത്രയും പോയപ്പോൾ തന്നെ എത്ര കള്ളവോട്ട് കുറഞ്ഞു. അനേകം മരിച്ചവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. നമ്പർ 1. സ്വതന്ത്രമായിട്ട് BLO-മാർക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കി. കോടതി ഇടപെടേണ്ടി വന്നു. ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ അവരെ തടഞ്ഞു വെച്ചു. അവസാനം കോടതിക്ക് മനസ്സിലായി ഇത് ഗുണ്ടായിസം മാത്രമാണ്. അവസാനം കേന്ദ്ര സേനകൾക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കാൻ കോടതി നിർദ്ദേശപ്രകാരം തന്നെ കേന്ദ്രത്തിന് തീരുമാനിക്കേണ്ടി വന്നു. അവിടെ നിയമപരമല്ലാണ്ടൊന്നും നടന്നിട്ടില്ല. ഒരു കോടതി ചെന്നാലും ഇതിനെതിരെ മമതാ ബാനർജിക്ക് ജയിക്കാൻ പറ്റില്ല.
കാരണം ജുഡീഷ്യൽ ഓഫീസേഴ്സ് തടവിലായി എന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കുക. അവരെ പിടിച്ച് പൂട്ടിയിട്ടേക്കുക, മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുന്നു. അവിടെ നീതിയും നിയമവും ഒന്നുമില്ല എന്ന് കോടതികൾക്ക് വരെ ബോധ്യമായി, സുപ്രീം കോടതിക്ക് വരെ ബോധ്യമായി. അവിടെ ശക്തമായൊരു നടപടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തു. സ്വതന്ത്രമായിട്ട് ജനങ്ങളെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പട്ടാളത്തെയും അർദ്ധസൈന്യ വിഭാഗങ്ങളൊക്കെ ഇറക്കി ജനങ്ങളുടെ മനസ്സ് ഭയം മാറ്റി. ഇടവഴികളിൽ അവർ കാവൽ നിൽക്കുന്നു, വീടുകളുടെ മുന്നിൽ അവർ ചെല്ലുന്നു. ഒരുത്തനെയും ഈ പരിപാടിയായിട്ട് ഗുണ്ടായുസം കാണിക്കാൻ അവിടെ ഇരുത്തുന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എർജ് ചെയ്തു. പട്ടാളമായാലും അർദ്ധസൈന്യമായാലും ഇന്നവർക്ക് പോയി വോട്ട് ചെയ്യുന്നല്ലോ പറയണേ, നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം ഇവിടെ ജനാധിപത്യ രാജ്യം, എല്ലാവരും വോട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള നിർഭയമായ അവസരം സർക്കാർ ഒരുക്കി കൊടുക്കുകയാണ്. മമതയ്ക്ക് ഇത് പറ്റില്ലായിരുന്നു. മമതയ്ക്കയുടെ ആവശ്യം മമതയുടെ ആൾക്കാർ മാത്രം വോട്ട് ചെയ്യുക, വേറെ ആരും വേണ്ട. കാരണം എല്ലാവരും ഇറങ്ങി വോട്ട് ചെയ്താൽ മമത പറ്റുള്ളൂ. ഈ ഇത്രയും പോളിങ് നടക്കാണ്ട് തന്നെ, അനേകം പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റാണ്ട് തന്നെ BJP അവിടെ എത്രയോ സീറ്റ് ജയിച്ചിരിക്കുന്നു, ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും. പിന്നെ എന്തുകൊണ്ട് ജയിക്കാൻ ബാക്കി പിടിക്കാൻ പറ്റാണ്ട് പോകണം ഉയർന്നു വരാതെ? അത് ഇതുകൊണ്ടാണ്. അവിടെയാണ് ആ പോളിംഗ് വ്യത്യാസം വരുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. കോടതികൾ അതിന് അനുമതി കൊടുത്തു. കോടതികൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു നീതിയുക്തമായിട്ട് ഇലക്ഷൻ നടക്കുന്നില്ല. അവിടെ കൂടുതലൊന്നും ചെയ്യേണ്ട, നീതിയുക്തമായിട്ട് ഇലക്ഷൻ നടത്തിയാൽ മാത്രം മതി. അങ്ങനെ നീതിയുക്തമായിട്ട് ഇലക്ഷൻ നടന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഉയർന്ന പോളിംഗ്. അതുകൊണ്ടാണ് BJP ആഹ്ലാദത്തിലായത്. കാരണം അവിടെ നേരെപാടൊരു പോളിംഗ് നടന്നാൽ മമത വെളിയിൽ പോകും, BJP സർക്കാർ അധികാരത്തിൽ വരും. ഒന്നാം ഘട്ട ഇലക്ഷൻ തന്നെ പ്രൂവ് ചെയ്തു. 152 മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നു. BJPയുടെ ഉറച്ച വിശ്വാസം ഏറ്റവും കുറഞ്ഞത് 95 മണ്ഡലം അവിടെ ജയിക്കുന്ന ഇതിനകത്ത്, ഈ 152-ൽ 100-ന് മുകളിൽ പോകുന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ BJP ഏറ്റവും കുറച്ച് കണക്ക് കൂട്ടിയേക്കുന്നത് 95ആണ്. 92എങ്കിലും അവർ ജയിച്ചിരിക്കും, ഉറപ്പാണ്. ഒന്നാം ഘട്ടത്തിൽ അത്രയും ജയിച്ചെങ്കിൽ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടെ BJPക്ക് അനുകൂലമാവും. ഇപ്പോൾ പോളിംഗ് നടന്നിരിക്കുന്നത് 16 ജില്ലകളിൽ. അതിൽ മുർഷിദാബാദ് പോലുള്ള ജില്ലകളുണ്ട്, അതുപോലെ തന്നെ ബീർഭൂം പോലുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ വളരെയധികം അക്രമങ്ങൾ ഉണ്ടാകുന്ന ബൂത്തുകളുണ്ട്. പലപ്പോഴും നിഷ്പക്ഷമായിട്ട് പോളിംഗ് നടക്കാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട്. അവിടെയെല്ലാം നിയന്ത്രിക്കപ്പെട്ടു. പിന്നെ SIR ചെറിയ പണിയൊന്നുമല്ല. അതിനകത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം എന്ന് പറയുന്നത്, അതിനകത്ത് മരണപ്പെട്ടവരുടെ കഴിയുന്നത്ര എല്ലാവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിടത്ത് മുഴുവൻ 99% ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചവരുടെ കള്ളവോട്ട് രേഖപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവർ, കല്യാണം കഴിച്ച് ദൂരേക്ക് പോയവരുണ്ട്, പുറം സ്റ്റേറ്റുകാർ വന്ന് താമസിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെയല്ല. ഇതുകൂടാതെ സംശയാസ്പദമായിട്ട് കൊടുക്കപ്പെട്ട അനേകം വോട്ടർ പട്ടികയിലെ അംഗത്വങ്ങൾ അതും ചോദ്യം ചെയ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ബംഗാളിയുണ്ട്, ബംഗ്ലാദേശിയുണ്ട്. ബംഗാളി ഒന്നും വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബംഗ്ലാദേശികൾക്കും കൊടുത്തിട്ടുണ്ട് ആധാർ കാർഡും ഒക്കെ. അങ്ങനെയുള്ളവരെ സസ്പെക്റ്റ് ചെയ്യപ്പെട്ടവരെ മുഴുവൻ പേരും കട്ട് ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ പൗരന്മാരെ ഇത്തവണ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് ബംഗാളിലായിരിക്കും. എന്തായാലും നീതിയുക്തമായിട്ട് ആദ്യഘട്ട ഇലക്ഷൻ നടന്നു എന്നൊരു ഉറപ്പ് BJPക്ക് ഉണ്ടായതുകൊണ്ടാണ് BJP ആഹ്ലാദിക്കുന്നത്. ആ ആഹ്ലാദം വെറുതെ ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഇത്തവണ BJP അധികാരത്തിൽ വരാൻ തന്നെയാണ് 99.99% സാധ്യതയും. അതിന് ഭാഗത്തിന് നീതിയുക്തമായിട്ട് അവിടെ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അടുത്ത ഘട്ടം കഴിയുമ്പോൾ ഞാൻ പറയാൻ പോണത് 99.99% അല്ല, 100-ന് പകരം 110% BJP വരുന്നതായിരിക്കും. അത്ര ഭംഗിയായിട്ട് ഇലക്ഷൻ നടക്കും എന്നുള്ളത് ആദ്യഘട്ട ഇലക്ഷൻ തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. നീതിയുക്തമായിട്ട് ഇലക്ഷൻ നടക്കട്ടെ, നന്മയുള്ളൊരു ഭരണം വരട്ടെ, ബംഗാളും വികസനത്തിലേക്ക് വരട്ടെ.